പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. ഞാന് ആക്ടർ ജയന്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു വീഡിയോ ഒരുപാട് ഇട്ടുകൊണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ, ആ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാന് മമ്മൂട്ടിയുടെ ഈ വയനാടിന്റെ പ്രശ്നത്തിന് ഒരു വീഡിയോ ഇട്ടു. അതിലൊരു വ്യക്തി ചോദിക്കുക, മമ്മൂട്ടിന്റെ DNA ടെസ്റ്റ് എടുക്കണം. എന്താ ചെയ്യ, എന്തൊക്കെയോ ആൾക്കാർ പറയാ. എനിക്ക് എന്തിപ്പോ മറുപടി എടുക്കണം? ഇങ്ങനെ ആ ചെക്കനൊക്കെ മറുപടി എടുത്ത് കാര്യമുണ്ട്. മമ്മൂട്ടിന്റെ DNA ടെസ്റ്റ് എടുക്കണം ഒരു കമന്റ്സ് ഇട്ടില്ല. എന്തൊരു കമന്റ് അതൊക്കെ! ആ ചെക്കൻ ചോദിച്ച ചെക്കനാണോ, കോമഡിക്ക് ചോദിച്ചാണോ, സീരിയസ് ആയി ചോദിച്ചാണോ എന്ന് അറിയുന്നില്ല കേട്ടാ. ഈ ഒരു 10-30 എപ്പിസോഡ് ഇതാക്കിയിട്ടുണ്ട്. എന്താകുമ്പോഴത്തേക്ക് ജയന്റെ മകൻ മുരളി ജയന്റെ DNA ടെസ്റ്റ് എടുക്കും, അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ചെയ്തതാ സംഭവം ശരിയാ. എന്നിട്ട് അതിന്റെ കുറെ നാളെ കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടായിരുന്നു. ഈ മമ്മൂട്ടിന്റെ ഈ വയനാടിന്റെ ഒരു ഇഷ്യൂ വന്നില്ലേ 2 ദിവസം മുമ്പ്. ആ സമയത്ത് ഇട്ട് ഒരു കമാൻഡ് എഴുതാന്ന്. ആ കമാൻഡ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടിന്റെ DNA ടെസ്റ്റ് എടുക്കണം. എന്താ നാടേ ഇത്? എങ്ങനത്തെ പിള്ളേരാണുള്ളത് ഒന്നും പറയണ്ട. ഓരോ ആൾക്കാരൊക്കെ ഞാൻ ആ ചെക്കൻ്റെ അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് 2-3 സബ്സ്ക്രൈബുള്ള ഒരു ഇത് എന്താകുമ്പോഴത്തേക്ക് ഇത് വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കും, യൂട്യൂബ് ആയിരിക്കും വേണ്ടി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ചെക്കൻ ഇട്ടത് എന്തുദ്ദേശത്തിന് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടാ. ഈ ചെക്കൻ വിചാരിച്ചിരിക്കുന്ന എല്ലാ സിനിമാക്കാരെയും ഇപ്പോൾ DNA ടെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ സംഭവം അതിന്റെ അതേ ചേച്ചക്കൻ വേറെ എന്തോ ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിന്റെ DNA ടെസ്റ്റ് എടുത്തോന്നു. ഞാനപ്പോ പറഞ്ഞതാ, എന്റെ DNA ടെസ്റ്റ് എടുക്കണ്ട, എന്റെ ഫാദർ തന്നെ ഞങ്ങൾക്ക് ഉറപ്പുള്ളതാണ്, അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത ഞാൻ പറഞ്ഞത്. എനിക്ക് ആകെ അതിശയപ്പെട്ടു കേട്ടോ. എന്താകുമ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ DNA ടെസ്റ്റ് ചെയ്യണമെന്ന് എങ്ങനെ ചോദിക്കുന്നൊരു വ്യക്തിയെ ഞാൻ എന്ത് പറയാനാ? ചില പിള്ളേരാ, ഓരോ പിള്ളേർക്കുണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാലുണ്ടല്ലോ അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചൊറിഞ്ഞോണ്ട് എന്തെങ്കിലും ഇതായിക്കൊണ്ട് വേണം. അവ ഈ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചോദിക്കുന്നത് പിടിക്കലൊക്കെ. ഒന്നും അറിയാത്ത ആൾക്കാർ ഇയാളെ പറ്റി നാളെന്തെങ്കിലും ഇതാക്കിയെങ്കിൽ കുഴപ്പമില്ല. ഒരാര് ഒന്നുമില്ല. ഒരു ചാനലൊക്കെ ഒരു പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉദാഹരണത്തിന് ഈ മിന്നൽ നിച്ചുവിനെ കേരളത്തിൽ മൊത്തം അറിയുന്നൊരു വ്യക്തിയാണ്. കേരളത്തിൽ എല്ലാ മൊത്തത്തിലല്ല, ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ടിക്ടോക്ക് പേജിലും ഫേസ്ബുക്ക് പേജിലും പിന്നെ യൂട്യൂബ് പേജിലും ട്വിറ്ററിലും അങ്ങനെ ഒരുപാട് കാര്യത്തിലൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ചെക്കനെ പറ്റി പറയാൻ പറയുമ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരനുണ്ടല്ലേ, ആരും എന്താ വെച്ചാൽ ഒരു ഫോട്ടോ ഇല്ല, ഒരു ചാനലിക്ക് പേരില്ല, അങ്ങനെ ഒന്നുമില്ല. ഈ ചെക്കൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ പേര് അറിയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേര് നിസാർ എന്നാണ്, നിസാർ എന്നാണ് എൻ്റെ പേര്. ഇപ്പം നിസാർ അരിമലായിട്ടെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ല ഇതാരാ. ഇല്ല നിസാർ MA എന്നിട്ടെങ്കിലും ആർക്കും അറിയാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ആൾക്കാരാണ് ഇങ്ങനത്തെ കമ്മലുന്നത്. പിന്നെ പറയുമ്പോഴത്തേക്ക് പിന്നെ പൂര തെറി പറഞ്ഞ ചെക്കനുണ്ട്, അവനിൽ കിട്ടില്ല. മുമ്പത്തെ ഒരുപാട് ഈ ജയന്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു കണ്ടന്റിലൊക്കെ ഇഷ്ടംപോലെ കമാൻഡ് ഇട്ടുകൊണ്ടത്, എന്തൊക്കെ കമാൻഡ് ഇട്ടുകൊണ്ടത്. ജയൻ ചെയ്തുമ്പോൾ അറിയില്ല, വെറ്റിപ്പാക്കും തട്ടിപ്പാക്കും എന്നൊക്കെ പറഞ്ഞത്. അവനൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു 100-150 സബ്സ്ക്രൈബ് ഉള്ളൊരു വ്യക്തിയാണ്. അവന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലും അവനെ പറ്റി തെറി പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെട്ടു പോകും, അവന്റെ അക്കൗണ്ട് റീച്ച് ആവുന്നില്ല. അങ്ങനൊക്കെ തെറി പറയാനൊക്കെ നമ്മളെ കിട്ടും. ചിലപ്പോൾ എന്ത് ഇതാക്കി കഴിഞ്ഞാൽ തെറി പറയാനും പിടിക്കലൊന്നുമില്ല, നമ്മളൊക്കെ ആവുന്ന കേസൊന്നുമല്ല. എന്നാലും അനക്കിതൊരു ചിരി വരുന്ന കേട്ടാ. എന്നാലും DNA ടെസ്റ്റ് മമ്മൂട്ടി DNA ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് പറയാൻ? അങ്ങനെയൊക്കെ സംഭവം എല്ലാം ശരിയാവും. കമ്മ്യൂണിസ്റ്റ് വരണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. വല്ലാത്ത ജാതി ഒരു പിള്ളേരെ, വല്ലാത്ത ജാതി ആയിപ്പോന്നു. എന്ത് ജാതിയടേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവം. ആ ചെറുപ്പക്കാരൻ ഒരു തമാശക്ക് ചോദിച്ചതാ, ഇങ്ങനെ ഒരു ഇതാക്കി അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഇന്ന് രാവിലെ അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് നമുക്ക് മതിയായിപ്പോയി. എന്ത് പറയാനാ, ശരിയാവും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. പിന്നെന്തുണ്ട്, എല്ലാവർക്കും രാവിലെ തന്നെ വെറുപ്പിച്ചല്ലേട്ടാ, ഒരു മജക്ക് വേണ്ടിച്ചിട്ടത്, അത്രേ ഉള്ളൂ. വേറെന്ത് പറയാൻ? ചായയെല്ലാം കുടിച്ചോ? നല്ല ചായയെല്ലാം കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട്. അങ്ങനെയൊക്കെ സംഭവം. അന്ന് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.